പ്രവാചകന്റെ അവസാന കാലത്ത് വിവാഹം കഴിച്ച പത്നിയാണ് മൈമൂന. ഹുദൈബിയ സന്ധിക്ക് ശേഷം പ്രവാചകൻ മക്കയിലേക്ക് തിരിച്ചെത്തുമ്പോഴാണ് ഇരുവരുടെയും വിവാഹം. വിശ്വാസികൾക്ക് ഏറെ മാതൃകയായിരുന്ന മഹദിയുടെ ഖബറിടം മക്കയിലാണ്. ഇതാണ് വിശ്വാസികളുടെ മാതാവായി അറിയപ്പെടുന്ന പ്രവാചക പത്നി മൈമൂനയുടെ അന്ത്യവിശ്രമ സ്ഥലം. മക്കയിലെ കുലീന കുടുംബത്തിലാണ് മഹദി വളർന്നത്. വിധവയായിരുന്നു. ഹുദൈബിയ സന്ധി പ്രകാരം മക്കയിലെത്തിയ പ്രവാചകനുമായാണ് അവരുടെ വിവാഹം പിന്നീട് നടന്നത്. അന്ന് ഉംറക്കെത്തിയ 2000-ഓളം സ്വഹാബിമാർ പങ്കെടുത്തതായിരുന്നു വിവാഹം. നവാരിയയിൽ വെച്ചായിരുന്നു ഇത്. മുഹമ്മദ് നബി ഏറ്റവും ഒടുവിലായി ആണ് മൈമൂനയെ വിവാഹം കഴിക്കുന്നത്. ഹുദൈബിയ സന്ധി കഴിഞ്ഞ് തൊട്ടടുത്ത വർഷമായിരുന്നു ആ വിവാഹം. പ്രവാചകനോടൊപ്പം 3 വർഷം മാത്രമാണ് അവർക്ക് ദാമ്പത്യ ജീവിതം ലഭിച്ചത്. പ്രവാചകൻ്റെ മരണത്തിന് ശേഷം പിന്നെയും ഒരു 50 വർഷക്കാലം ജീവിച്ചിട്ടാണ് അവർ ഇഹലോകവാസം വെടിയുന്നത്. എവിടെ വെച്ചാണോ പ്രവാചകൻ തിരുമേനി അവരെ കണ്ടുമുട്ടിയത് അവിടെ വെച്ച് തന്നെ അവരെ ഖബറടക്കം ചെയ്യുകയും ചെയ്തു. വിവാഹത്തോടെ മക്കയിലെ ഖുറൈഷ് ഗോത്രം ഉൾപ്പെടെ പ്രമുഖ ഗോത്രങ്ങളോടുള്ള പ്രവാചകൻ മുഹമ്മദ് നബിയുടെ ബന്ധവും ശക്തമായി. ഹുദൈബിയ കരാറിൽ അനുവദിച്ച 3 ദിവസത്തെ സമയം. അതിനകത്ത് പ്രവാചകനും അനുചരന്മാരോടുമൊപ്പം പ്രിയതമ മൈമൂനയും മദീനയിലേക്ക് മടങ്ങി. തിരുനബിയെ ഇണയായി ലഭിച്ച അതേ സ്ഥലത്ത് തന്നെ തന്റെ ഖബറിടം ഒരുക്കണമെന്ന് മൈമൂനയുടെ അന്ത്യാഭിലാഷമായിരുന്നു. സഹോദരപുത്രനായ അബ്ദുല്ലാഹിബ്നു അബ്ബാസ് ഇവർക്കു വേണ്ടി ഖബറിടം ഒരുക്കിയതായും നമസ്കാരത്തിൽ പങ്കെടുത്തതായും ചരിത്രത്തിൽ കാണാം. പ്രവാചകനുമായി വിവാഹം നടന്ന ഈ സ്ഥലത്ത് വെച്ചായിരുന്നു അവരുടെ മരണവും. മക്കയിൽ നിന്ന് 16 കിലോമീറ്റർ അകലെ മദീന റോഡിൽ ഈ ചരിത്രം നിലകൊള്ളുന്നു. മക്കയിൽ നിന്നും സാബിത് സലീം, മീഡിയ 1. ചരിത്ര വഴികളിലൂടെ പവേഡ് ബൈ STC Bank. Send money to India with no fees. Co-powered by Makkah Hypermarket. Big savings for every family.